ഇന്നത്തെ കുട്ടികൾ അവരുടെ പാരൻസിനെ കുറിച്ചിട്ട് നിരന്തരം പറയുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, പാരൻസ് ഒരു വൈബ് ഇല്ലാത്ത ആളുകളാണെന്നുള്ളത്. എന്നാൽ പാരൻസ് തിരിച്ച് മക്കളെ കുറിച്ചും പറയാറുണ്ട്, അവർ തീരെ ഒരു ആക്റ്റീവായിട്ട് എവിടെയും ഫാമിലിയിലൊന്നും പ്രോഗ്രാമിന് വരില്ല, വിളിച്ചാൽ വരില്ല, മുഴുവൻ സമയം മൊബൈൽ ഫോണിലാണ്, പഠിക്കില്ല, എപ്പോഴും തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്, സ്ക്രീനേജേഴ്സ് ആയിട്ടുള്ള ആളുകളാണൊക്കെ. ഈ ടീനേജേഴ്സ് പകരം സ്ക്രീനേജേഴ്സ് എന്നുള്ള പദമൊക്കെ ഒരുപാട് പാരൻസ് അല്ലെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസിലൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് അല്ലേ. ഇന്നത്തെ കുട്ടികൾ ടീനേജേഴ്സ് അല്ല, പകരം സ്ക്രീനേജേഴ്സ് ആണ് എന്നൊക്കെ. എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിക്കുന്നത്? ഒരു ജനറേഷൻ എഫക്റ്റ് ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും. നമുക്കറിയാം, ചിത്രത്തിൽ കാണുന്ന പോലെ 1980 ശേഷം ജനിച്ചിട്ടുള്ള 95-നും 80-നും ഇടയിൽ ജനിച്ചിട്ടുള്ള ആളുകളാണ് മില്ലേനിയൽസ്. അതായത് നമ്മുടെ പാരൻസ് ഒക്കെ കൂടുതൽ പേരും ഈ മില്ലേനിയൽ കാറ്റഗറിയിൽപ്പെട്ടവരാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ 10ാം ക്ലാസ് വരെയുള്ള ഒട്ടുമിക്ക കുട്ടികളും ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകളാണ്. ജനറേഷൻ ആൽഫ 2010 ശേഷം ജനിച്ചിട്ടുള്ള ആളുകളാണ്. സോ ഏകദേശം 2 ടൈപ്പ് ഓഫ് ജനറേഷനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ജനറേഷൻ മില്ലേനിയൽസ് കഴിഞ്ഞിട്ട് ഒരു ജനറേഷൻ സെഡ്, ജനറേഷൻ സൂമേഴ്സ്, ജെൻസികളായിട്ടുള്ള ഒരു ജനറേഷൻ കൂടെ വന്നിരുന്നു. അതുകൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു ജനറേഷനാണ് നമ്മുടെ മക്കൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ. അത് കഴിഞ്ഞാൽ പിന്നെ പുതിയ ജനറേഷൻ വന്നു, ജനറേഷൻ ബീറ്റ. 2025 ശേഷമുള്ള കുട്ടികൾ ജനറേഷൻ ബീറ്റ എന്നാണ് വിളിക്കുക എന്നൊക്കെ പറയാറുണ്ട്. എനിവേ, ഈ പറഞ്ഞ പോലെ തന്നെ ജനറേഷൻ ആൽഫയും ജനറേഷൻ മില്ലേനിയൽസും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ മക്കളും പാരൻസും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട സംഗതികളാണ്. നമ്മുടെ മക്കൾക്ക് പരീക്ഷാ സമയമായാൽ തുടങ്ങും നമ്മുടെ പാരൻസ് പഠിക്കുക, ഒരു വസ്തു പഠിക്കുന്നില്ല, മുഴുവൻ സമയം മൊബൈൽ ഫോണിലാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതികളും വേവലാതികളും. എന്നാൽ കുട്ടികൾക്ക്, ജനറേഷൻ ആൽഫയിലുള്ള കുട്ടികൾ, അവരൊരു പക്ഷേ പഠിക്കുന്നൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ മുഴുവൻ സമയം വായനയുടെ ഒരു റീഡിങ് മോഡിലൊന്നും ആയിരിക്കില്ല. എന്നാലും അവർക്ക് എക്സാമിൽ മാർക്ക് കിട്ടുന്നുണ്ടാവും. എപ്പോഴും പഠിക്കാൻ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കൂട്ടരായിരിക്കും ജനറേഷൻ ആൽഫയിലുള്ള ഒട്ടുമിക്ക കുട്ടികൾ. സോ എപ്പോഴും പഠിക്കുക എന്ന് പറയുന്നത് അതൊരു പക്ഷേ അവർക്കൊരു ഡീമോട്ടിവേഷൻ ആവാനുള്ള ചാൻസും കൂടുതലാണ് എന്നൊക്കെയാണ് സൈക്കോളജിക്കലി സയന്റിഫിക് സ്റ്റഡീസ് ഒക്കെ പറയുന്നത്. എനിവേ, ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കൽ നിർബന്ധമാണ്. ജനറേഷൻ ആൽഫയിലുള്ള കുട്ടികളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? അവരോട് ട്രീറ്റ് ചെയ്യുമ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. തിരിച്ച് ജനറേഷൻ ആൽഫയിലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് മില്ലേനിയൽസിലുള്ള ആളുകൾ ഇങ്ങനെ എപ്പോഴും ഉപദേശിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് കിട്ടാത്ത ഒരുപാട് സൗകര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ജനറേഷൻ ആൽഫയിലുള്ള നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സോ അത് തീർച്ചയായിട്ടും അവരുടെ കാലത്ത് കിട്ടാത്ത സൗകര്യങ്ങൾ, നല്ലോണം പഠിച്ച് നല്ല മാർക്ക് കിട്ടി നല്ല ജോലി വാങ്ങണം എന്നൊക്കെ അവർക്ക് കിട്ടാത്ത സംഗതിയാണ്. അത് നമുക്ക് വേണം, നമ്മുടെ കുട്ടികൾക്ക്, അവരുടെ മക്കൾക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് അവരിങ്ങനെ നമ്മൾ ഉപദേശിക്കുന്നതൊക്കെ. അത് തീർച്ചയായിട്ടും നമ്മുടെ മക്കളും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ജനറേഷൻ ആൽഫയിലുള്ള മക്കളെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം അല്ലേ. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ജനറേഷൻ ആൽഫയിലുള്ള കുട്ടികളെ ഒട്ടുമിക്ക പേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ്, ടെക്നോളജിക്കലി പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്, ടെക് സാവികളായിട്ടുള്ള ആളുകളാണെന്നൊക്കെ. ഒരു ടെക്നോളജിക്കൽ ഒരു ഇഷ്യൂ വന്നാൽ, മൊബൈൽ ഫോണിൽ സെറ്റിങ്സ് മാറിപ്പോയാൽ നമ്മുടെ പാരൻസ് ഒക്കെ വേഗം വിളിക്കുന്ന ആരെയാണ്? നമ്മുടെ മക്കളെയാണ്, അല്ലെങ്കിൽ നമ്മുടെ പേരമക്കളെയാണ് അല്ലേ. സോ എന്താണ്, ഒരു ടെക്നോളജിക്കലി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെക് സാവികളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുട്ടികളാണ്, ടെക്കികളാണ് ഇന്നത്തെ ജനറേഷൻ ആൽഫയിലുള്ള കുട്ടികൾ എന്ന് പറയുന്നത്. ഹൈലി കണക്റ്റഡ് ആണ്, സ്ക്രീൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, അതുപോലെ തന്നെ ഡിജിറ്റലി ഫ്ലുവൻ്റ് ആണ്, ഏർലി അഡോപ്റ്റേഴ്സ് ഓഫ് ടെക്നോളജി ആയിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ ജനറേഷൻ ആൽഫയിലുള്ള കുട്ടികൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? ഈ പ്രശ്നങ്ങൾ ജനറേഷൻ ജെൻസികളായിട്ടുള്ള ജനറേഷനിലെ പാരൻസിൽ നിന്നും മില്ലേനിയൽസ് ആയിട്ടുള്ള പാരൻസിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് കൂടിയാണ്. നമ്മുടെ പാരൻസ് മുഴുവൻ സമയം ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ജനറേഷൻ ആൽഫയിലെ മക്കൾ വളരുന്നത് അല്ലേ. ഇതാ, സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഫ്രം മില്ലേനിയൽസ് ആൻഡ് ജെൻസി പാരൻസ് ഓൺ സ്ക്രീൻ ടൈം ആൻഡ് എത്തിക്കൽ കൺസംഷൻ. ഈ 2 സംഗതികൾ കണ്ടുകൊണ്ടാണ്, സ്ക്രീൻ ടൈമും നമ്മുടെ പാരൻസ് എങ്ങനെയാണ് പെരുമാറുന്നത്, അവരുടെ എത്തിക്സ് എന്താണ് എന്ന് കണ്ടുകൊണ്ടാണ് ജനറേഷൻ ആൽഫയിലെ മക്കളും വളരുന്നത്. സോ തീർച്ചയായിട്ടും ഒരു ഇൻഫ്ലുവൻസ് അവിടെ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതോടെ നമ്മുടെ കുട്ടികളും പാരൻസും ഒരുപോലെ വർക്ക് ചെയ്യുക, മനസ്സിലാക്കുക. ഇനി ഇവരുടെ ഒരു പ്രിഫേർഡ് കോണ്ടന്റ് എന്താണ്, അവർക്ക് എന്തൊക്കെയാണ് താല്പര്യം, പഠിക്കുകയാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കോണ്ടന്റ്സ് ആണ് അവർക്ക് കൊടുക്കേണ്ടത്. പണ്ടത്തെ കാലത്ത് ഒരു സ്കൂളിൽ ഒരു ടീച്ചർ വന്നുകൊണ്ട് ഒരു മണിക്കൂർ സബ്ജക്റ്റ് ജസ്റ്റ് പ്രസന്റ് ചെയ്ത് പോകുന്ന സ്റ്റൈൽ ഒരു പക്ഷേ ജനറേഷൻ ആൽഫയിലുള്ള ആളുകൾക്ക് മനസ്സിലായിക്കോളുന്നില്ല, അവർക്ക് താല്പര്യം ഉണ്ടായിക്കോളുന്നില്ല.
കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ററാക്റ്റീവ് ആയിട്ട് ഗെയിമിഫൈഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് ജനറേഷൻ ആൽഫയിലെ മക്കൾക്ക് താല്പര്യം. കുറച്ചുകൂടെ പേഴ്സണലൈസ് ആയിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ 1-to-1 ആയിട്ട് അവർ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഉണ്ടെങ്കിൽ, കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു ഗെയിം ഒക്കെ കളിക്കുന്ന രൂപത്തിൽ അവർക്ക് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ താല്പര്യം എന്നൊക്കെയാണ് ഒരുപാട് സർവേകളുടെ റിപ്പോർട്ടുകൾ ഒക്കെ നമ്മൾ കാണിക്കുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് അവർ എഡ്യൂക്കേഷനിൽ ഇൻട്രസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സിമുലേഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള പ്ലാറ്റ്ഫോംസ് ഒരുപാട് നമ്മുടെ ഇന്റർനെറ്റിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നമ്മുടെ മക്കളെ പരിചയപ്പെടുത്തി കൊടുക്കുക. അത്തരം പ്ലാറ്റ്ഫോംസ് ഒക്കെ അവർ കണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് വളരട്ടെ. ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ വെക്കേഷൻ വരാൻ പോവാണ്, എക്സാം കഴിഞ്ഞ് വെക്കേഷൻ ആവുന്ന സമയത്ത് ഒരുപാട് ലേണിംഗ് ടൂൾസ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്ക് മുകളിൽ ഐ ബട്ടണായി കൊടുക്കാം. ഇതിൽ നമ്മുടെ കുട്ടികൾക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഓൺലൈൻ ലേണിംഗ് ടൂളുകൾ, ഫ്രീ ആയിട്ടൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടൂളുകളുണ്ട്. ഇത്തരം ടൂളുകളിലൂടെ ഒക്കെ അവർ രസകരമായിട്ട് അവർക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. അതൊക്കെ പഠിച്ചുകൊണ്ട് വളരെ ആക്റ്റീവായിട്ട് അവർക്ക് ലേണിംഗ് സ്റ്റൈല് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും എന്നുള്ളതുകൂടെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് എക്സിസ്റ്റിംഗ് ആണ്. ജനറേഷൻ ആൽഫയും ഉണ്ട്, ജനറേഷൻ മില്ലേനിയൽസും ഉണ്ട്. അല്ലെങ്കിൽ കുറച്ചൊക്കെ പാരൻസ് ജനറേഷൻ സെഡ്, സൂമേഴ്സ് ആയിട്ടുള്ള ജെൻസികളായിട്ടുള്ള പാരൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് ഒരു ജനറേഷൻ ചേഞ്ച് ഇവിടെ ഉണ്ട് എന്നുള്ളത് രണ്ട് കൂട്ടരും മനസ്സിലാക്കിക്കൊണ്ട്, രണ്ട് ജനറേഷനിലും രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജനറേഷൻ എന്താണോ വേണ്ടത്, നല്ല കാര്യങ്ങൾ രണ്ട് ജനറേഷനിൽ നിന്നും മനസ്സിലാക്കി ചീത്ത കാര്യങ്ങളെ രണ്ട് ജനറേഷനിൽ നിന്ന് ഒഴിവാക്കി നല്ല കുട്ടികളായിട്ട് നമ്മുടെ മക്കളെ വളർത്താൻ നമ്മുടെ പാരൻസിന് കഴിയട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പാരൻസിനെ നല്ല രൂപത്തിൽ ട്രീറ്റ് ചെയ്യാൻ നമ്മുടെ മക്കൾക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇനിയിപ്പോൾ പരീക്ഷാ സീസണാണ്, പരീക്ഷയ്ക്ക് നമ്മുടെ മക്കൾക്ക് ജനറേഷൻ ആൽഫയിലുള്ള മിടുക്കന്മാരും മിടുക്കികളുമായിട്ടുള്ള കുട്ടികൾക്ക് ഒരു ആൾ ദ ബെസ്റ്റോടെ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.